ചൊവ്വയിൽ നിന്ന് വന്നത് എന്ന് സ്വയം അവകാശപ്പെട്ട ബോറിസ്ക കിപ്രിയാനോവിച്ച് സ്വന്തം അമ്മയെയും കൊണ്ട് അപ്രത്യക്ഷനായിരിക്കുന്നു. ശരിക്കും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. 13 ദിവസങ്ങൾക്ക് മുമ്പ് പല മാധ്യമങ്ങളുടെയും തലക്കെട്ടോടുകൂടി വന്ന ഒരു വാർത്തയായിരുന്നു അത്. 17 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നൽകിയ പല അഭിമുഖങ്ങളിലൂടെയും ലോകം മുഴുവൻ ബോറിസ്ക പ്രശസ്തനായിരുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നതായിരുന്നു അദ്ദേഹം. ആ ദൗത്യത്തിന് ശേഷം സ്വന്തം അമ്മയെയും കൊണ്ട് അയാൾ പോയത് എങ്ങോട്ടേക്കായിരിക്കും? നമുക്കും പോകാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ബോറിസ്ക കിപ്രിയാനോവിച്ച് 1996 റഷ്യയിൽ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു. എന്നാൽ താനൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾ തെളിയിക്കുകയായിരുന്നു. അതിന് സാക്ഷിയായത് സ്വന്തം അമ്മയും. സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ച് 2-3 മാസത്തിന് ശേഷമാണ് തലപൊക്കി നോക്കാറുള്ളത്. എന്നാൽ ബോറിസ്ക ജനിച്ച് 2ാമത്തെ ആഴ്ച തലപൊക്കി നോക്കുന്നത് സ്വന്തം അമ്മ നേരിട്ട് കണ്ടു. ആഴ്ചകൾ കൊണ്ടാണ് അവർ മനസ്സിലാക്കിയത് തൻ്റെ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല എന്ന്. ജനിച്ച് 4 മാസങ്ങൾക്കുള്ളിൽ അയാൾ സംസാരിച്ചു തുടങ്ങി. 18 മാസങ്ങൾക്കുള്ളിൽ വ്യക്തമായി സംസാരിക്കാനും എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ 2 വയസ്സിനുള്ളിൽ കുഞ്ഞു ബോറിസ്ക കിൻഡർഗാർട്ടനിലും ചെന്നു തുടങ്ങി. തങ്ങളുടെ കുഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ആ തിരിച്ചറിവ് ചെറിയ ഭയമായി മാറി. ഒരു ദിവസം എന്തോ ഒരു ശബ്ദം കേട്ടാണ് ബോറിസ്കയുടെ അമ്മ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത്. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ബോറിസ്ക ആരോടോ സംസാരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അവർ ആ വാതിൽക്കൽ നിന്ന് ഒന്ന് കാതോർത്തു. അപരിചിതമായ ഒരു ഭാഷയാണ് അവൻ സംസാരിക്കുന്നത്. അവർ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു. കണ്ണടച്ച് കട്ടിലിന് മുകളിലിരിക്കുന്ന ബോറിസ്കയെയാണ് അവർ കണ്ടത്. സ്വന്തം അമ്മ തൊട്ടടുത്തെത്തിയത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും അപരിചിതമായ ഏതോ ഒരു ഭാഷയിൽ കണ്ണടച്ചുകൊണ്ട് ആരോടോ സംസാരിക്കുകയായിരുന്നു ബോറിസ്ക. അതൊരു മെഡിറ്റേഷൻ ആയിരുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ആ മെഡിറ്റേഷനിലൂടെ മറ്റേതോ ലോകത്തിരിക്കുന്ന ആരോടോ ആയിരുന്നു അവൻ സംസാരിച്ചതത്രേ. നന്നേ ചെറുപ്പം മുതൽ തന്നെ ബോറിസ്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം സ്പേസ് ആയിരുന്നു. സാധാരണ ചെറിയ കുട്ടികൾ സംസാരിക്കുന്നത് നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചും സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുമാണ് എങ്കിൽ ബോറിസ്ക തൻ്റെ ചെറുപ്പം മുതലേ സംസാരിക്കുന്നത് അതിനും അപ്പുറത്തുള്ള ഏതൊക്കെയോ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ചാണ്. അവയിൽ പലതും സാധാരണക്കാർക്ക് അറിയാത്തവയായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും അറിവ് ലഭിക്കുന്നത് എന്ന് പലരും അത്ഭുതപ്പെട്ടു. എന്നാൽ തനിക്ക് വളരെ അടുത്തറിയാവുന്ന വിഷയങ്ങളെപ്പോലെ അത്തരം കാര്യങ്ങളിൽ ബോറിസ്ക വാചാലനായിരുന്നു. ഇതെല്ലാം ബോറിസ്കയുടെ സങ്കല്പങ്ങളാകാമെന്ന് ആ മാതാപിതാക്കൾ സമാധാനിച്ചു. എങ്കിലും ഇത്തരം വിഷയങ്ങളിൽ പ്രഗത്ഭരായ പലരെയും അവർ സമീപിച്ചപ്പോൾ അവരെല്ലാം കുഞ്ഞു ബോറിസ്കയുടെ അറിവിൽ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ബോറിസ്കയുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു അനുഭവം പറയാനുണ്ട്. ഒരിക്കലൊരു വിനോദയാത്രയിൽ കുട്ടികളെല്ലാവരും ക്യാമ്പ് ഫയറിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കെ 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബോറിസ്ക ആകാശത്ത് നക്ഷത്രങ്ങൾ നോക്കി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതോടെ ആ കൂട്ടം നിശബ്ദമായി. ആ കൂട്ടത്തിൽ കുട്ടികൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അധ്യാപകരും ഉണ്ടായിരുന്നു. ദാ ആ കാണുന്ന ചുവന്ന വസ്തു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബോറിസ്കയുടെ ആ ചോദ്യം കേട്ട കുട്ടികൾ ഉറക്കം ചിരിച്ചു. അത് ചൊവ്വയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അവർ മറുപടി പറഞ്ഞു. ചൊവ്വയെ നോക്കിക്കൊണ്ട് ബോറിസ്ക പറഞ്ഞു, ഞാൻ അവിടെ നിന്നും വന്നതാണ്. അത് കേട്ട് കുട്ടികൾ വീണ്ടും ചിരിച്ചു. എന്നാൽ അധ്യാപകർ ഒന്ന് പരിഭ്രമിച്ച് പരസ്പരം നോക്കി. ഞാൻ അവിടെ ജനിച്ച് അവിടെ മരണപ്പെട്ട ഒരാളാണ്. അതിനുശേഷം നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളെപ്പോലെ വീണ്ടും പുനർജനിച്ചതാണ്. അത് കേട്ട് ആ കൂട്ടം വീണ്ടും നിശബ്ദമായി. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. അവരിൽ ചിലർ ഇന്ന് നമ്മോടൊപ്പം ഭൂമിയിലുണ്ട്, എങ്കിലും അവർ നിശബ്ദരാണ്. എന്നാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഗ്രഹത്തിന് സംഭവിച്ചത് ഒരിക്കലും ഈ ഗ്രഹത്തിന് സംഭവിക്കാൻ പാടില്ല. അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഒരു കുട്ടി ഇത്രയും പറഞ്ഞാൽ, അതും വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇത്രയും പറഞ്ഞാൽ ആരെങ്കിലും അതിനെ ഗൗരവത്തോടു കൂടി എടുക്കുമോ? എന്നാൽ ബോറിസ്ക പറഞ്ഞ വിഷയങ്ങളെ അങ്ങനെ തള്ളിക്കളയാൻ അവർക്ക് സാധിച്ചില്ല.
കാരണം ചെറുപ്പം മുതൽ തന്നെ പല അത്ഭുതങ്ങളും കാണിച്ച് ഒരു സാധാരണ കുഞ്ഞല്ല താൻ എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ബോറിസ്ക. ബോറിസ്ക തുടർന്നു, ചൊവ്വയിൽ 35 വയസ്സിൽ കൂടുതൽ ആർക്കും തന്നെയില്ല. ഏജിങ് എന്നത് അവർക്ക് നിർത്താൻ സാധിച്ചിരുന്നു. അവർ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു, പോർട്ടലുകൾ സൃഷ്ടിച്ച് പ്രകാശത്തേക്കാൾ വേഗതയിൽ. മറ്റ് ഡയമെൻഷനുകളിൽ ജീവിക്കുന്ന നമ്മേക്കാൾ അഡ്വാൻസ്ഡ് ആയ ജീവികളെക്കുറിച്ചെല്ലാം ബോറിസ്ക വ്യക്തമായി തന്നെ വിശദീകരിച്ചു. അധ്യാപകർക്ക് പോലും അപരിചിതമായ അന്യഗ്രഹ ജീവി വർഗങ്ങളെക്കുറിച്ച് ആധികാരികമായി തന്നെ ബോറിസ്ക വിശദീകരിച്ചു. മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ഇന്ധനം ഉപയോഗിച്ച് ഭൂമിക്ക് ചുറ്റും മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനപ്പുറം കണ്ടെത്തിയാൽ മാത്രമേ ബഹിരാകാശ യാത്രകൾ സുഗമമാകൂ എന്നും ബോറിസ്ക അഭിപ്രായപ്പെട്ടു. ഈ സംഭവത്തോടുകൂടി ചൊവ്വയിൽ നിന്നും വന്ന ഇൻഡിഗോ ചൈൽഡ് എന്ന പേരിൽ ബോറിസ്ക പ്രശസ്തനായി. അതേ തുടർന്ന് ഒരുപാട് അഭിമുഖങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. അതിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ചൊവ്വയിൽ ജീവിച്ചിരുന്ന നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു? അതിന് മറുപടിയായി ബോറിസ്ക പറഞ്ഞു, അന്നും ഭൂമി ഞങ്ങളുടെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. അന്ന് ഭൂമിയിൽ ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് ലെമൂറിയ എന്നായിരുന്നു. തൻ്റെ 14ാമത്തെ വയസ്സിൽ ഒരു ത്രികോണാകൃതിയിലുള്ള പറക്കും തളികയിൽ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബോറിസ്ക ഭൂമി സന്ദർശിച്ചതായും പറയുന്നു. അന്ന് ഭൂമിയിൽ അവർ എത്തിച്ചേർന്നത് ഈജിപ്തിലാണ്. അന്നിവിടെ ഉണ്ടായിരുന്നവർ രാജാവിന് വേണ്ടി ഒരു വലിയ ശവകുടീരം നിർമ്മിക്കുകയായിരുന്നു. ബോറിസ്ക പറഞ്ഞു വരുന്നത് പിരമിഡിനെ കുറിച്ചാണ്. പിരമിഡിന്റെ നിർമ്മിതിയിലും സ്ഫിങ്സിന്റെ നിർമ്മിതിയിലും താനും തൻ്റെ സുഹൃത്തുക്കളും പങ്കെടുത്തതായും ബോറിസ്ക പറയുന്നു. സ്ഫിങ്സിന്റെ ചെവിക്ക് പിന്നിൽ ഒരു പ്രത്യേക മെക്കാനിസം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും അതിലൂടെ സ്ഫിങ്സിനുള്ളിലേക്ക് കടക്കാമെന്നും അവിടെ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യരാശിയെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് എന്നും ബോറിസ്ക വിശദീകരിക്കുന്നു. പോർട്ടലുകൾ വെറും ഫിക്ഷനല്ലേ? ഒരാൾ ചോദിച്ചു. അതിന് മറുപടിയായി ബോറിസ്ക പറഞ്ഞു, ഒരു വസ്തുവിനെ അതിൻ്റെ സമയത്തോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വാതിലുകളാണ് പോർട്ടലുകൾ. പ്രപഞ്ചത്തിൽ പലയിടങ്ങളിലും അത്തരം പോർട്ടലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ചൊവ്വയിലെ ജീവികൾ ജീവിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിന് താഴെ അവിടെ ഇന്നും പല സമൂഹങ്ങളും ജീവിച്ചിരിക്കുന്നതായും ബോറിസ്ക വിശദീകരിക്കുന്നു. പലരെയും അത്ഭുതപ്പെടുത്തിയ ബോറിസ്ക പറഞ്ഞ വിഷയങ്ങൾ 2004 പല പ്രമുഖ മാധ്യമങ്ങളിലും വാർത്തകളായി വന്നിരുന്നു. യൂട്യൂബിന്റെ വരവോടുകൂടി അത് വീഡിയോകളായി ജനശ്രദ്ധ നേടി. ഭൂമിയിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം ബോറിസ്ക വിശദീകരിച്ചിരുന്നു. ഭൂമിയിൽ ധ്രുവങ്ങൾ പരസ്പരം മാറുമെന്നും അതോടെ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും പ്രളയങ്ങൾ ഒരു തുടർക്കഥയാകുമെന്നുമെല്ലാം ബോറിസ്ക തന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പല സയന്റിസ്റ്റുകളും ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. 42,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ അങ്ങനെ ഒരു പോൾ ഷിഫ്റ്റ് നടന്നിരുന്നതായി പറയപ്പെടുന്നു. ചൊവ്വ കാലങ്ങൾക്ക് മുമ്പേ വാസയോഗ്യമായ ഒരു ഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കാവുന്ന തെളിവുകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൊവ്വയിലെ ജലം അപ്രത്യക്ഷമായിട്ടുള്ളതും. ചൊവ്വയുടെ ക്രസ്റ്റിന് താഴെ ജലമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ബോറിസ്ക പറഞ്ഞതുപോലെ ആ ക്രസ്റ്റിന് താഴെ ജീവനും കണ്ടെത്തിയേക്കാം. ചൊവ്വയിൽ നിന്നും വന്ന ഇൻഡിഗോ ചൈൽഡ് എന്ന പേരിൽ ലോകം മുഴുവൻ പ്രശസ്തമായ അത്തരം അഭിമുഖങ്ങളിലൂടെ ബോറിസ്കയെ തേടിയെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അത് ബോറിസ്കയുടെയും മാതാവിൻ്റെയും ജീവന് സുരക്ഷിതമല്ല എന്നതുകൊണ്ടാണോ എന്നറിയില്ല, അതല്ല മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടാണോ എന്നും അറിയില്ല. ബോറിസ്കയുടെയും മാതാവിൻ്റെയും സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് റഷ്യൻ മിലിറ്ററിയാണ്. ബോറിസ്കയുടെയും മാതാവിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റഷ്യൻ ഗവൺമെൻറ് അവരെ ഒരു റിമോട്ട് ഏരിയയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 13 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു മലയാളം മാധ്യമം ചൊവ്വയിൽ നിന്നും വന്ന ബോറിസ്ക അമ്മയുമായി അപ്രത്യക്ഷനായി എന്നൊരു തലക്കെട്ടോടുകൂടി ഒരു വാർത്ത നൽകി. അത് കേട്ടാൽ ആരായാലും ചിന്തിക്കുക, ചൊവ്വയിൽ നിന്നും വന്ന ബോറിസ്ക ഭൂമിയിലെ അമ്മയോടൊപ്പം തിരികെ ചൊവ്വയിലേക്ക് പോയി എന്ന് തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ അഭിമുഖങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ റഷ്യൻ ഗവൺമെൻറ് ഇടപെട്ട് ബോറിസ്കയെയും അമ്മയെയും ജനമധ്യത്തിൽ നിന്നും മാറ്റിയിരുന്നു. വിദേശത്തുള്ള ഏതോ ഒരു മാധ്യമം ബോറിസ്കയുടെ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വന്തം ഒരു മാധ്യമം അതിനെ പൊക്കിക്കൊണ്ടുവന്നതാണിത്. അത് ഇൻസ്റ്റഗ്രാമിൽ റീലായപ്പോൾ ലൈക്കായി, ഷെയറായി, ചോദ്യങ്ങളായി. ബോറിസ്ക യഥാർത്ഥത്തിൽ ചൊവ്വയിൽ നിന്നും വന്നതാണോ? ചെറുപ്പത്തിൽ സംഭവിച്ചത് എന്ന് പറയപ്പെടുന്ന അത്ഭുത പ്രവൃത്തികൾ സ്വാഭാവികം മാത്രമായിരിക്കും. വിനോദയാത്രയിൽ വിശദീകരിച്ചു എന്ന് പറയപ്പെടുന്ന ചൊവ്വാനുഭവങ്ങൾ
അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളുമായിരിക്കാം. ചെറുപ്പം മുതൽ തന്നെ സ്പേസിനോടുള്ള അതിയായ താല്പര്യം കൊണ്ട് അദ്ദേഹം വായിച്ച പല പുസ്തകങ്ങളും അത്തരം സങ്കല്പങ്ങൾക്ക് കാരണമായിരിക്കാം. അതുമാത്രമല്ല, അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളും, ഭൂമിയിൽ സംഭവിക്കാൻ പോകുമെന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളുമെല്ലാം ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊക്കെ ബൊറിസ്ക പറഞ്ഞത് വെറും കള്ളമാണ് എന്നും ഇതെല്ലാം വെറും തട്ടിപ്പാണ് എന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആദരണീയനായി കാണുന്ന നിക്കോള ടെസ്ല പോലും ചൊവ്വയിൽ അന്യഗ്രഹ ജീവികളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ചൊവ്വയിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ അദ്ദേഹത്തെ തേടി വന്നതായും അതിലൂടെ ലഭിച്ച സന്ദേശങ്ങൾ അദ്ദേഹം രഹസ്യമായി കൊണ്ടു നടന്നതായും പറയപ്പെടുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരൊറ്റ സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു എന്നും അതിനെ പാൻജിയ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ലെമൂറിയ ആയിരുന്നില്ല. അതിന് ചുറ്റുമുണ്ടായിരുന്ന സമുദ്രത്തെ, മഹാസമുദ്രത്തെ നമ്മൾ വിളിച്ചത് പാന്തലാസ എന്നാണ്. ഇങ്ങനെ നമ്മുടെ ഭൂമിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട്. ലെമൂറിയ എന്നത് ഒരു നഷ്ടഭൂഖണ്ഡമായിരുന്നു. അതായത് ഭൂമിയിൽ പിന്നീട് എപ്പോഴോ വന്ന ഒരു നഷ്ടഭൂഖണ്ഡം. എന്നാൽ അങ്ങനൊരു ഭൂഖണ്ഡം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഇന്നും ലഭിച്ചിട്ടില്ല. കാലങ്ങൾക്ക് മുമ്പേ മുതൽ തന്നെ മറ്റെവിടെയോ മരിച്ച് ഭൂമിയിൽ പുനർജനിച്ചതാണ് ഞാൻ എന്ന് പറയുന്ന പലരും ഭൂമിയിൽ വന്നിട്ടുണ്ട്, ഇനിയും വരാനുമുണ്ട്. അവർക്കൊക്കെ പറയാനുണ്ടാകും പല ഭൂതകാലങ്ങളെക്കുറിച്ചും പല ഭാവി കാലങ്ങളെക്കുറിച്ചും. അതിൽ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാനുമുള്ള യുക്തി നമ്മൾ കാണിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ പൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.